കുട്ടികൾക്ക് ചികിത്സാ സഹായ പദ്ധതിയുമായി മെഗാസ്റ്റാർ മമ്മൂട്ടി. 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ റോബോട്ടിക് ശസ്ത്രക്രിയ പദ്ധതിയാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നത്. വാത്സല്യം എന്ന പേരിൽ ആരംഭിച്ച പദ്ധതിയുടെ പ്രഖ്യാപനം മമ്മൂട്ടി തന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട് വഴിയാണ് നിർവഹിച്ചത്. ആലുവ രാജഗിരി ആശുപത്രിയുമായി ചേർന്നാണ് മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ പദ്ധതി നടപ്പാക്കുക. പാവപ്പെട്ട കുട്ടികൾക്ക് തുണയാകുന്ന പ്രഖ്യാപനമാണ് ഇത്. സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഹൃദയ ശസ്ത്രക്രിയ ഉൾപ്പെടെയുള്ള റോബോട്ടിക് ശസ്ത്രക്രിയകൾക്ക് പുതിയ പദ്ധതി പ്രയോജനപ്പെട്ടേക്കാം. ഏപ്രിൽ അവസാനം നിദ ഫാത്തിമ എന്ന 7 വയസ്സുകാരിക്ക് രാജഗിരിയിൽ നടന്ന ഹൃദയ ശസ്ത്രക്രിയ ഈ പദ്ധതിയിലെ ആദ്യത്തേതായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. ഒരു ആരാധകൻ വഴി നിദയുടെ അവസ്ഥ അറിഞ്ഞ മമ്മൂട്ടി വിഷയത്തിൽ ഇടപെടുകയായിരുന്നു. അന്ന് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു വിഷയം കൂടിയായിരുന്നു ഇത്. അതോടൊപ്പം തന്നെ ആളുകൾ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു ഈ വാർത്ത. പദ്ധതിയുടെ ഭാഗമായി ഇനി 99 കുട്ടികൾക്ക് കൂടി അത്യാധുനിക ശസ്ത്രക്രിയകൾ നടത്താനുണ്ട്. ഹൃദ്രോഗികളുടെ ശസ്ത്രക്രിയയ്ക്ക് സഹായം നൽകാൻ ആരംഭിച്ച ഹൃദ്യം എന്ന പദ്ധതിയുടെ തുടർച്ചയാണ് വാത്സല്യം. 2022 മെയ് 25-നാണ് ഈ പദ്ധതി തുടങ്ങിയത്. ഹൃദ്യം പദ്ധതിയുടെ ഭാഗമായി ഇതിനോടകം 65 രോഗികൾക്ക് സൗജന്യമായും 80ഓളം രോഗികൾക്ക് ശസ്ത്രക്രിയയിൽ ഇളവ് നൽകാൻ കഴിഞ്ഞെന്നാണ് കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ വ്യക്തമാക്കിയത്. വൃക്ക, മൂത്രാശയം എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള പൈലോപ്ലാസ്റ്റി, യൂറിറ്ററിക് റീ ഇംപ്ലാന്റേഷൻ സർജറികൾ, കരളുമായി ബന്ധപ്പെട്ട കോളിഡോക്കൽ സിസ് സർജറി, അന്നനാളം, ആമാശയം എന്നിവയുമായി ബന്ധപ്പെട്ട സർജറി എന്നിവയൊക്കെ ഈ പദ്ധതി വഴി ചെയ്യുമെന്നാണ് ആശുപത്രി അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം മലയാളികളുടെ പ്രിയപ്പെട്ട നടിയാണ് വിൻസി അലോഷ്യസ്. മികച്ച നടിയുടെ സംസ്ഥാന പുരസ്കാരം ലഭിച്ചിട്ടുള്ള വിൻസി മഴവിൽ മനോരമയിൽ സംരക്ഷണം ചെയ്തിരുന്ന നായിക നായകൻ എന്ന റിയാലിറ്റി ഷോയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് എത്തിയത്. 2022 രേഖ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് വിൻസിക്ക് മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം ലഭിച്ചത്. പുരസ്കാരം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നടി തന്റെ പേര് വിൻസി എന്നത് വിൻ സി അലോഷ്യസ് എന്നാക്കി മാറ്റിയിരിക്കുന്നു. നടൻ മമ്മൂട്ടിയാണ് തന്റെ പേര് മാറ്റാനുള്ളൊരു കാരണമെന്നും വിൻസി പറഞ്ഞിരുന്നു. താൻ മെസ്സേജ് അയച്ചപ്പോൾ വിൻ സി എന്ന് പറഞ്ഞാണ് അദ്ദേഹം മറുപടി നൽകിയത്. അതിനാലാണ് പേര് മാറ്റിയതെന്നും താരം പറഞ്ഞു. എന്നാൽ ഇപ്പോൾ ഇതിന്റെ വിശദീകരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വിൻസി. യഥാർത്ഥത്തിൽ മമ്മൂക്കയാണ് എന്ന് കരുതി താൻ മറ്റാർക്കോ ആണ് മെസ്സേജ് അയച്ചത് എന്നും അയാളാണ് തനിക്ക് വിൻ സി എന്ന് പറഞ്ഞ് മറുപടി തന്നത് എന്നും താരം പറയുന്നു. ഒരു അഭിമുഖത്തിലാണ് വിൻസി ഈ കാര്യം പറഞ്ഞത്. വിൻസിയുടെ വാക്കുകൾ ഇങ്ങനെയാണ്: വിൻസി എന്ന് പേരിനെ വിജയം കാണുന്നവൾ എന്നും വിജയത്തിന്റെ കടൽ എന്നും ഉള്ള അർത്ഥത്തിൽ ഞാൻ കണ്ടിരുന്നു. അപ്പോഴാണ് എനിക്കറിയുന്ന ഒരാൾ മമ്മൂട്ടിയുടെ നമ്പറാണ് എന്ന് പറഞ്ഞിട്ട് ഒരു നമ്പർ തന്നത്. എനിക്ക് വിളിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ചെയ്തപ്പോൾ അതേ മമ്മൂക്കയാണ് എന്ന് പറഞ്ഞ് വിൻസി എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ മറുപടി തന്നു. അപ്പോൾ ഞാൻ ആരാധിക്കുന്ന ഒരു നടൻ കൂടെ അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു നടൻ അങ്ങനെ എന്നെ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് അങ്ങനത്തെ ഒരു പേര് എനിക്ക് ഇട്ടൂടാ എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് എന്നെ അങ്ങനെ വിളിക്കുന്നതാണ് ഇഷ്ടം. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. കുറെ നാളുകൾക്ക് ശേഷം ഫിലിം ഫെസ്റ്റിന്റെ സെറ്റിൽ വെച്ചാണ് എന്ന് തോന്നുന്നു മമ്മൂക്കയെ ഞാൻ നേരിട്ട് കാണുന്നത്. സ്റ്റേജിൽ സംസാരിക്കുന്നതിനിടെ ഞാൻ പറഞ്ഞു, ഞാൻ മെസ്സേജ് അയച്ചിരുന്നു എന്ന്. പുള്ളിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. മമ്മൂക്കയല്ലേ മെസ്സേജ് അയച്ചത് എന്ന് ഞാൻ ചോദിച്ചു. അല്ലെന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ വേണമെങ്കിൽ ജോർജേട്ടനോട് ചോദിച്ചാൽ മതി, ജോർജേട്ടൻ തരും എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും കാലം ഞാൻ മെസ്സേജ് അയച്ചത് വേറെ ആർക്കോ ആയിരുന്നു എന്നുള്ളത്. 2019 വികൃതി എന്ന സിനിമയിലൂടെയാണ് വിൻസിയുടെ അഭിനയ അരങ്ങേറ്റം. പിന്നീട് കനകം കാമിനി കലഹം, ഭീമന്റെ വഴി, ജനഗണമന, സോളമന്റെ തേനീച്ചകൾ, സൗദി വെള്ളക്ക, പഴഞ്ചൻ പ്രണയം, 1744, വൈറ്റ് ആൾട്ടോ എന്നീ സിനിമകളിലൂടെ ശ്രദ്ധേയമായ വേഷങ്ങൾ വിൻസിയെ തേടിയെത്തി. അതേസമയം സൂത്രവാക്യമാണ് വിൻസിയുടേതായി പുറത്തിറങ്ങാൻ പോകുന്ന പുതിയ ചിത്രം. യൂജിൻ ജോസ് ചിറമേൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോയാണ് നായകൻ. മെയ് 30-നാണ് ചിത്രം റിലീസ് ചെയ്യുന്നത്.